പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് ഒത്തതായി മാറട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഈ ആമേൻ പറയുന്നത് കേൾക്കാൻ ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അച്ഛൻ ഹല്ലേലൂയ പറയുന്നത് കേൾക്കാൻ നിങ്ങളും അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കൂട്ടായ്മയിൽ വീണ്ടും നമുക്കൊന്നു ചേരാൻ കർത്താവ് പ്രത്യേകം കരം തുറന്ന് നമ്മളെ അനുഗ്രഹിച്ചു. നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ അഭിഷേകാഗ്നി എപ്പിസോഡിലും അനേകം സാക്ഷ്യങ്ങൾ, പ്രത്യേകിച്ച് സഖിയോനിലെ താമസിച്ചുള്ള ധ്യാനങ്ങൾ, അതുപോലെ തന്നെ അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് കർത്താവ് ചെയ്യുന്ന അത്ഭുതകരമായ ഇടപെടലുകൾ, ആദ്യപള്ളി കൺവെൻഷൻ, ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിലെ ശുശ്രൂഷയിലെ സാക്ഷ്യങ്ങൾ, അതേപോലെ ചെറിയ ടോക്ക്, കുഞ്ഞു ടോക്ക് ഉണ്ടല്ലോ നമ്മുടെ കുടുംബാംഗങ്ങളിൽ, അതിലെ സാക്ഷ്യങ്ങൾ, അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ, കർത്താവ് ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് നൽകുകയാണ്. അതെല്ലാം നമ്മൾ കേൾക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. നമുക്ക് അനേകം പേരുടെ പ്രാർത്ഥന ജീവിതത്തിൽ ഉണർവ് ലഭിക്കും. വിശ്വാസം നഷ്ടപ്പെട്ട അനേകർ തിരിച്ചു വരും. അനേകർക്ക് ആശ്വാസം കിട്ടും. ദൈവവചനം വ്യാപരിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യം നമുക്ക് ശ്രദ്ധിക്കും. ഞാൻ ഓർക്കാണ് ആ സാക്ഷ്യം നമുക്ക് അതുപോലെ സങ്കടം തോന്നും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരെയും മക്കളുടെ അങ്ങ് ചിന്തിച്ചാൽ മതി. അവർ ബാംഗ്ലൂർ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാരച്ചനും സാംസദിക നേതൃത്വം നൽകിയ ശുശ്രൂഷകളെ സംബന്ധിച്ചു കർത്താവ് അവർ ഇത് അത്ഭുതമായി ഇടപെട്ടു. നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ചിഞ്ചു. ഞാൻ ബാംഗ്ലൂർ സെയിൻറ്റ് അൽഫോൻസ ഫൊറണ ചർച്ച് സുൽത്താൻപാള ഇടവകാംഗമാണ്. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകന് ഇപ്പോൾ 5 വയസ്സായി. അവൻ ജനിച്ച് 2 മാസം മുതൽ അവന് എക്സിമയുണ്ട്. എക്സിമ എന്ന് പറയുമ്പം കൊച്ചിൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കും. കൊച്ചിന് കയ്യിലെല്ലാം ചൊറിയും, കാല് ചൊറിഞ്ഞു പൊട്ടും. അങ്ങനെ ആദ്യമൊക്കെ കൈ, കാല്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളായിരുന്നു. നമ്മളപ്പം 2 മാസം മുതൽ ഫുൾ ടൈം ഓയിൽ, അതിൻ്റെ മണ്ടയ്ക്ക് മോയ്സ്ചറൈസർ, അതിൻ്റെ മണ്ടയ്ക്ക് സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റ്, ഇത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. എപ്പോഴൊക്കെ കൂടുന്നോ അപ്പോഴെല്ലാം സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റ് ഇടും. അപ്പോൾ അത് ഇച്ചിരി ഒന്ന് കുറയും. പക്ഷേ ക്ലൈമറ്റ് മാറുന്തോറും അത് പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. അന്നേരം ലാസ്റ്റ് ഇയർ ഒരു ജാനുവരി ആയപ്പോഴത്തേക്കിനും കൊച്ചിൻ്റെ എക്സിമ ഭയങ്കരമായിട്ട് കൂടി എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡിയായി. ഫുൾ ബോഡിയിൽ നിന്ന് കൊച്ചിന് ഇരിക്കാനും നിൽക്കാനും ഒന്നും വയ്യ. ഫുൾ ടൈം കൊച്ചു ചൊറിച്ചിൽ. രാവിലെ സ്കൂളിൽ പോകണം, രാത്രിയിൽ ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. ഞാനും ഹസ്ബൻഡ് മാറി കൊച്ചിൻ്റെ അടുത്തിരുന്ന് നേരം വെളുക്കുന്നവരെ ചൊറിഞ്ഞു കൊടുത്തോണ്ടേയിരിക്കും. അപ്പം ഞങ്ങൾക്ക് ഒരു കൊച്ചും കൂടെ ഉണ്ട്. ആ കുഞ്ഞിന് അന്ന് ഒരു മാസം പ്രായമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് കൊച്ചും ഭയങ്കര കരച്ചില്ല. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും അറിയില്ല. അതുപോലെ രാത്രി മുഴുവൻ ഞങ്ങൾ ഉറക്കമൊളിച്ച് 2 പേരെ മാറി കരഞ്ഞു. ഒരാൾ കരച്ചിലും ഒരാൾ ചൊറിച്ചിൽ കൂടി കൊച്ച് ദേഹം ചൊറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങി. ചൊറിഞ്ഞ് പൊട്ടിച്ചപ്പം കൊച്ചിന് ബാക്ടീരിയൽ ഇൻഫെക്ഷനായി. അപ്പോൾ ആ ഇൻഫെക്ഷൻ ആൻറ്റിബയോട്ടിക്സ് എടുത്തപ്പോഴത്തേക്കിനും അതിന് ഡ്രഗ് അലർജി വന്നപ്പോഴത്തേക്കിനും കൊച്ചിൻ്റെ സ്കിൻ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് കറുത്തുപോയി. ഭയങ്കര ചൊറിച്ചിലും. കൊച്ചിനെ ഇപ്പം നിലത്തിരുത്തിയാൽ കൊച്ച് പായ ഉള്ളെങ്കിൽ പായലിരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും
തൂണിൽ ഒരിടത്തും നിർത്താൻ പറ്റില്ല. എവിടെ നിർത്തുമ്പോൾ അവൻ എന്ത് കിട്ടുന്നോ അവൻ അത് വെച്ച് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. കൊച്ച് ഫുൾ ഡാർക്കായി ഫുൾ ചൊറിഞ്ഞ് പൊട്ടി ചോര ഒലിപ്പിച്ചായിരിക്കുന്നത്. അപ്പം സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും കോൾ വരും, കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോക്കോ, കൊച്ച് ഭയങ്കര കരച്ചില്ലാന്ന്. അപ്പം ഞങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പം കൊച്ചിൻ്റെ ദേഹത്തു നിന്ന് ബ്ലഡ് വന്നിട്ടുണ്ടായിരിക്കും. അത് ഞങ്ങൾ സ്കൂളിൽ വിടുന്നത് അവൻ്റെ യൂണിഫോം ഹാഫ് സ്ലീവാണ്. നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് ഫുൾ സ്ലീവ് യൂണിഫോം തയ്പ്പിച്ചു. അതിൻ്റെ അകത്ത് ഓൾറെഡി 1-2 ലെയർ ബനിയനൊക്കെ ഇടും. അതിൻ്റെ അകത്ത് ഫുൾ പ്ലാസ്റ്റർ പഞ്ഞി എല്ലാം വെച്ച് കെട്ടിയാണ് വിടുന്നത്. ബാഗിൻ്റെ അകത്തും ഓയിൻമെൻറ്റ്സ്, ബിറ്റാഡിൻ, ലോഷൻ എല്ലാം ഇട്ടേക്കുമായിരിക്കും. കാരണം അവർക്ക് ആർക്കെങ്കിലും ഒന്ന് പെട്ടെന്നൊന്ന് ഓയിൻമെൻറ്റ് ഇട്ട് കെട്ടാൻ തോന്നിയാലും കെട്ടാൻ വേണ്ടി ഫുൾ ബോഡി അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഈ ഡ്രഗ് അലർജിയുടെ മെഡിസിനും കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആളുടെ സ്കിൻ റഫ, ഫുൾ കറുത്ത്, നമുക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായി. അപ്പം അങ്ങനെ ഇരിക്കെ ഓഗസ്റ്റിൽ അവിടെ ക്രൈസ്റ്റ് സ്കൂളിൽ വട്ടാലച്ചനും സാംസൺ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരെയും കണ്ട് രണ്ടുപേരോടും പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. രണ്ടുപേരും പ്രാർത്ഥിച്ചു. ഇപ്പം സാംസൺ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഒരു 3 മാസം കഴിയുമ്പം നിങ്ങൾ അട്ടപ്പാടിയിൽ വന്നേക്കണം, അത് കുറഞ്ഞോ കൂടിയോന്നൊന്നും നോക്കണ്ട, നിങ്ങൾ പോരാൻ പറഞ്ഞു. ഞങ്ങളപ്പോൾ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഞങ്ങൾ ബാംഗ്ലൂർ തന്നെ നിൽക്കണോ അതോ ഇനി ഞങ്ങൾ നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യണോ? അപ്പം അച്ഛൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾ ബാംഗ്ലൂർ തന്നെ നിന്നാൽ മതി, ഇതിവിടെ തന്നെ കുറയും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ ഞായറാഴ്ച ദിവസം അഭിഷേകാഗ്നി ഞങ്ങൾ മുടക്കാറില്ല, കണ്ടിന്യൂസ് അഭിഷേകാഗ്നി കാണും. അഭിഷേകാഗ്നി ഓരോ എപ്പിസോഡിലും ആരാധന എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ ഈ കുഞ്ഞു പോയി തൊട്ടിട്ട് ദൈവമേനെ ഹീൽ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പം ഓരോ ആഴ്ച ഞങ്ങളും പ്രാർത്ഥിക്കും, അടുത്ത ഞായറാഴ്ച ആകുമ്പോഴേക്കും ഇത് ഫുള്ള് ഹീലാവണേ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇപ്പം ഈ വർഷം ജാനുവരി ഫെബ്രുവരി ആയപ്പോൾ തൊട്ട് കംപ്ലീറ്റ്ലി ഹീലാവാൻ തുടങ്ങി. ഇപ്പം അവൻ്റെ സ്കിന്നിൽ ഒരു പാട് പോലുമില്ല, ഫുൾ ഹീലായി. ഞങ്ങളെ കാണുന്നവർക്കൊക്കെ സത്യം പറഞ്ഞ ഒരു അത്ഭുതമാണ്. കാരണം ഇത് ഞങ്ങളോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഈ കൊച്ചിൻ്റെ അസുഖമൊക്കെ ഇനി മാറാനാണോ, ഇനി ഇതൊക്കെ മാറുമോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിനെ കൊണ്ടൊക്കെ ഇനി എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ചോദിച്ച ഒരുപാട് പേരുണ്ട്. ഫുള്ളായിട്ട് മാറി. ഒരു കംപ്ലീറ്റ് നമുക്ക് 3 മാസം പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, ഏതാണ്ട് 3 മാസം ആയപ്പോഴത്തേക്കും സംഭവം എല്ലാം ക്ലിയറായി. ഇതാണ് ഡെലിവറൻസ് എന്നൊക്കെ പറയുന്നത്. ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ രോഗത്തെ ശാസിച്ച് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, സംഭവം ക്ലിയർ ആകും. 3 മാസം തൊട്ട് ഗ്രാജുവലി ഹീലാവാൻ തുടങ്ങി. ഫുള്ളി ക്ലിയർ. ആദ്യം ചൊറിച്ചിൽ കുറഞ്ഞു തുടങ്ങി, ചൊറിഞ്ഞ് പൊട്ടുന്നത് കുറഞ്ഞു തുടങ്ങി, എല്ലാം കംപ്ലീറ്റ് മാറി. കൊച്ചിൻ്റെ ദേഹത്ത് തൊടാൻ പോലും നമുക്ക് പറ്റില്ല, തൊട്ട് കഴിഞ്ഞാൽ അവിടെ പൊട്ടി ചോര വരും. അതുപോലെ സ്കിന്ന് ചുമ്മാ വന്ന് ഇങ്ങനെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ചോര വരും. ആ ഒരു സ്ഥിതിയിലായിരുന്നു എനിക്ക് കായികരിക്കുന്നുണ്ട്. ആ കൈ ഇങ്ങനെ ചുമ്മാ ഒന്ന് തൊട്ടാൽ മതി, അപ്പോഴേക്കും കുറെ വൈറ്റ് പൗഡർ ഒക്കെ ഇപ്പോഴത്തെ കൈ ഒരു ആ കൊച്ചിന്റെ കുഞ്ഞിന്റെ കൈ തന്നെയാണ് 2 കൈ. കുഞ്ഞിന്റെ കൈ ആദ്യത്തേത് ഇതുണ്ടായിരുന്ന സമയത്തും ദൈവം സ്പർശി നോക്ക്. ഡോക്ടർമാർ ഹീലിംഗ് എന്നല്ല, കർത്താവിൻ്റെ പ്രവൃത്തി അല്ലേ. ഹബക്കുക്ക് 1:5 അല്ലേ. പറഞ്ഞാൽ ആരും ആവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നതിൽ ചെയ്യും. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തി കർത്താവ് ചെയ്യും. ഞങ്ങളോട് ക്യാൻസർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊച്ചിന്. ഞങ്ങളങ്ങനെ കൊച്ചിന് ക്യാൻസർ ടെസ്റ്റും ചെയ്തു. അതിൻ്റെ റിസൾട്ട് നെഗറ്റീവായിരുന്നു. അപ്പം അവർ പറഞ്ഞു, ഇനി ആകെ ഒരു വഴിയേ ഉള്ളൂ, ഒരു ഇമ്മ്യൂണോ സപ്രസൻ മെഡിസിൻ കൊടുക്കണം, അങ്ങനെ കൊടുത്തേ ഇനി കൊച്ചിന് ഈ ചൊറിച്ചിൻ്റെ ടെൻഡൻസി കുറയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കത് കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് മരുന്ന് കൊടുത്തില്ല. ഇനി എങ്ങനെയാണോ ഇത് ദൈവം അക്സെപ്റ്റ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ കർത്താവ് ഹീൽ ചെയ്ത് നിങ്ങൾക്ക് സന്തോഷമായോ? സന്തോഷമായി, നല്ലൊരു സൗഖ്യം. ഇപ്പം നോക്കി, ഇപ്പം കൊച്ചിനെ ഈ ഉണ്ണിയാണ് ആ ഉണ്ണി. ഈ ഉണ്ണി മുഴുവൻ സ്വെല്ലിംഗ് ആയിരുന്നു, ഇപ്പം ഒന്നുമില്ല. ആ മുഖമൊക്കെ നോക്കി നല്ല. അവൻ്റെ പഴയ മുഖം ഒന്ന് കാണിച്ചേ. ഇനി കണ്ടോ? ഇപ്പം നോക്കി പഴയ മുഖം, ഇപ്പോഴത്തെ മുഖം നോക്കി എങ്ങനെയുണ്ടെന്ന്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ. അതാണ് ഇപ്പം നോക്ക്, ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് മാറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായി തീർന്നിട്ടുള്ളത്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രശ്നം വന്നാലും ഈശോയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. വിടാതെ മുറുകെ പിടിച്ച് ആവർത്തിച്ച് ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുമ്പോഴും
നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വന്നാൽ അപ്സെറ്റ് ആകരുത്. വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സാക്ഷ്യം കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിനെ ആരാധിക്കുന്ന സമൂഹത്തിന്റെ മേൽ കർത്താവ് വീണ്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നിടത്തെല്ലാം ദൈവത്തിന്റെ മഹത്വം ദൈവജനത്തിന് മേൽ പ്രകാശിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നന്നായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ നന്ദി പറയുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഇടപെട്ട കുടുംബത്തിന് പ്രാർത്ഥന കേട്ട കർത്താവേ, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, അവിടുന്ന് കരുണ വർഷിക്കണമേ, അവിടുന്ന് അനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, ജീവിതത്തിൽ ക്ലേശകരമായ രോഗാവസ്ഥകളുടെ കടന്നു പോകുന്നവരുടെ മേൽ പല തരത്തിലുള്ള പൈശാചിക പീഡകളും കടന്നു പോകുന്നവർ കർത്താവ് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്ന മണിക്കൂറാണല്ലോ ഇത്. പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ആശ്രയിക്കുന്നു. യേശുനാമമെന്റെ ആശ്രയം, ആശയറ്റ നേരമെന്റെ ആശ്വാസം, നിൻ വചനമാരിക്കൂരി നീ എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുവിന്റെ നാമം, യേശുനാമമെന്റെ ആശ്രയം, കൈകളടിച്ച് ആശയറ്റ നേരമെന്റെ ആശ്വാസം, നിൻ വചനമാരിക്കൂരി നീ എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. കൈകൾ ഉയർത്തി കൈയടിച്ച് കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചകാ. കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചകാ. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ വലിയ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വട്ടാൽസിന്റെ ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സഖിയർ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു. എഡിഎമ്മിന്റെ എസ്എമ്മിന്റെ എംസിഎമ്മിന്റെ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുന്ന് കരം നീട്ടണമേ, അവിടുന്ന് തിന്മകളെ ശാസിക്കണമേ, അവിടുന്ന് തടസ്സങ്ങൾ മാറ്റണമേ, അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തണമേ. കർത്താവേ, അവിടുത്തെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു, അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു, അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചകാ. കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചകാ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. വൈകല്ലേ ഹല 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 ഹല. യേശുവേ, ആരാധന ആരാധന ആരാധന. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല 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 ഹല. അപ്പസ്തോലപ്രവൃത്തി 4:30 അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരം സംഭവിക്കാൻ തക്കവിധം കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല 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 ഹല. ലൂക്ക 6:19 അവിടുത്തെ ശക്തി പുറപ്പെട്ട്
അനേകരെ സുഖപ്പെടുത്തി. ഈ വചനത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ലൂക്ക 9:1-2 അവൻ 12 പേരെ അടുത്ത് വിളിച്ച് സകല പിശാചുകൾക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതിലൊക്കെ രോഗികളെ സുഖപ്പെടുത്താനോ വചന ശക്തി വ്യാപരിക്കട്ടെ. ഹല 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 ഹല. അവിടെ നമ്മുടെ വചനം മാറ്റി സൗഖ്യമാക്കി. യേശുവിന്റെ നാമത്തെ ശക്തിയാൽ രോഗത്തെ ശാസിക്കുന്നു, പൈശാചികളെ ബന്ധിക്കുന്നു, തടസ്സങ്ങൾ നീങ്ങി പോകട്ടെ. യേശു നാമത്തിൽ വിടുതൽ ഭാവിക്കട്ടെ. ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവം സമീപസ്ഥനാകുന്ന സമയം അറിയുക. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഓരോന്ന് ചെയ്യേണ്ട സമയം വളരെ കൃത്യമാക്കി മനസ്സിലാക്കി ചെയ്യുന്നവരാണ് നമ്മളിൽ ഒട്ടുമിക്കവരും. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് പോയി ഒരു അനുവാദം ചോദിക്കണം. അപ്പോൾ അതിന് പോകേണ്ട സമയം നമുക്കറിയാം. ചിലപ്പോൾ നന്നായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ചെല്ലാതിരിക്കുന്നതാണ് ബുദ്ധി, അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിൻ്റെ സമയം നോക്കി ചെയ്യുന്നവരാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലാൻ സമയവും ഇല്ല, കാലവും ഇല്ല. എപ്പോൾ വേണേലും ദൈവത്തെ ആശ്രയിക്കാം, എപ്പോൾ വേണേലും ദൈവത്തിന് നമുക്ക് ചെല്ലാൻ വിളിക്കാം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം എപ്പോഴും നമ്മുടെ അടുത്തുണ്ട്. ഇതെല്ലാം ശരി തന്നെയാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും എന്ന് ഉറപ്പുള്ള ചില സമയമുണ്ട്. കർത്താവ് നമ്മുടെ തൊട്ടടുത്തുണ്ടെന്ന് എപ്പോഴും ഉണ്ട്, സംശയം വേണ്ട. എങ്കിലും നമുക്ക് അത്രയും ഉറപ്പ് തരുന്ന ചില സമയം ബൈബിളിലുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അങ്ങനെ ദൈവം നമ്മുടെ സമീപസ്ഥനാകുന്ന ഒരു സമയത്തെക്കുറിച്ച് ബൈബിളിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഹൃദയ പരമാർത്ഥതയോടെ ആരൊക്കെ കർത്താവിനെ വിളിക്കുന്നുവോ അവരുടെ സമീപത്ത് ദൈവം അപ്പോൾ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. Hallelujah. സങ്കീർത്തന പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുന്നത്. 145 സങ്കീർത്തനത്തിൽ 18 തിരുവചനം, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ യേശു എന്ന നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ അടുത്ത് കർത്താവിൻ്റെ നാമത്തെ വെറുതെയല്ല, പിന്നെയോ ഹൃദയ പരമാർത്ഥതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരാളുടെ അടുത്ത് കർത്താവ് അവരുടെ സമീപത്തുണ്ട്, സംശയിക്കണ്ട. ഹല്ലേലൂയ. Hallelujah. ഒരു പക്ഷേ കഴിഞ്ഞ സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സാക്ഷ്യത്തിൽ ആ കൊച്ചു ചെയ്തൊരു പ്രവൃത്തി സാംസ്കൃതികത്ത് പറഞ്ഞപ്പോൾ ആ ചേച്ചി സാക്ഷ്യം പറഞ്ഞു ഓർക്കാണ്. ആ കൊച്ചിങ്ങനെ ഓരോ പ്രാവശ്യം അഭിഷേകത്തിൽ ഇങ്ങനെ തൊട്ട് പോയിട്ട് ഈശോയെ എന്നെ ഒന്ന് സുഖപ്പെടുത്തണം, ഹീൽ മീ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അടുത്ത അഭിഷേകത്തെ ആകുമ്പോഴത്തേക്കും പ്രാർത്ഥിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അല്ലെങ്കിൽ പിന്നെ അച്ഛന്മാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 3 മാസത്തേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആത്മാർത്ഥമായിട്ട് ഈശോയുടെ നാമത്തെ അവർ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാസ്തവത്തിൽ അവരുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലാത്തതുപോലെ ചിലപ്പോൾ തോന്നാം. അങ്ങനെയല്ല, മറിച്ച് ദൈവ സമീപത്തുണ്ട്, ദൈവം കൂടെയുണ്ട്. ഇപ്പോൾ നോക്കിയേ, ഈ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഈ ഹീലിംഗ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അല്ലേ, ദൈവം അവിടെ ഉണ്ടായിരുന്നത് സുഖപ്പെടുന്നത് ഉറപ്പായി. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടാലും ഇടപെട്ടില്ലേലും ഹൃദയ പരമാർത്ഥതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, ദൈവ സമീപത്തുണ്ട്. വെറുതെ വിളിച്ചപേക്ഷിച്ചാൽ പോരാ, വെറുതെ വ്യായാമം നടത്തിയാൽ പോരാ. ഹൃദയ പരമാർത്ഥതയോടെ വിളിക്കണം, ഹൃദയം ചേർത്ത് വെച്ച് വിളിക്കണം. പല വിചാരത്തിൽ ഇരുന്നല്ല, ഹൃദയം ചേർത്ത് വെച്ച് വിളിക്കണം. ഹല്ലേലൂയ. Hallelujah. അത് തന്നെ നിയമാവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് ഡ്യൂട്ടറോണമി ചാപ്റ്റർ 4:7, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ
ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിളിക്കുമ്പോ വിളിച്ചെടുത്ത് അതേപോലെ ദൈവം വരികയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ എന്റെ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യന്റെ അടുത്തേക്ക് വന്ന് മനുഷ്യരെ രക്ഷിച്ച ഏക ദൈവം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിന് വിരുദ്ധമായിട്ടുള്ള പല പ്രബോധനങ്ങളും ഈ കാലഘട്ടത്തിൽ പല റൂട്ടുകളിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദൈവവചനം പറയുന്നതാണ് സത്യം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതാണ് ദൈവം തന്നെ ചോദിക്കുന്നത്. വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവം ഇത്ര സമീപസ്ഥമായിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ജനത ലോകത്തിലുണ്ടോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹൃദയ പരമാർത്ഥതയോടെ കർത്താവിനെ വിളിക്കുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പഴയ എപ്പിസോഡുകളെല്ലാം ഇങ്ങനെ ഇരുന്ന് കാണുക, അത് ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങളിൽ കാണുകയാണ്. അത് വളരെ നല്ലതാണ്. ഇതിനു മുമ്പൊക്കെ ഇതേപോലെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച 10,000-കണക്കിന് വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. റോമാ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 12, 13 തിരുവചനങ്ങൾ. ലെറ്റ് റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 12 and 13. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്നെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൾ യഹൂദനും ഗ്രീക്കുകാരനും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകർ ഒരു പക്ഷേ മാമോദീസ പൊങ്ങി കത്തോലിക്ക സഭയിൽ അംഗമായിട്ടില്ലായിരിക്കാം. അതാകുന്നത് നല്ലതാണ്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ മാമോദീസ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം വിചാരിച്ചോ, അവർക്ക് യഹൂദന ഗ്രീക്കാരന് വ്യത്യാസമില്ല, വിജാതീനെന്നൊരു വ്യത്യാസമില്ല. കർത്താവിനാണ് നീ വിശ്വസിക്കുന്നത്. യേശുവിനെ രക്ഷകനെന്ന് ആദരമായി നീ സ്വീകരിച്ചിട്ടുണ്ടോ? യേശു അല്ലാതെ വേറൊരു ദൈവമില്ല നീ മനസ്സുകൊണ്ട് അംഗീകരിച്ച് ഏറ്റുപറയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വിളിച്ചപേക്ഷിക്കുന്ന ഓരോരുത്തരുടെ മേൽ ദൈവം തന്റെ സമ്പത്തായ പരിശുദ്ധാത്മാവിനെ വർഷിക്കും. ദൈവം തന്റെ സമ്പത്തായ അനുഗ്രഹം വർഷിക്കും. ദൈവം തന്റെ സമ്പത്തായ കൃപ വർഷിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, വെറുതെ വിളിച്ചാൽ പോരാ. ഹൃദയ പരമാർത്ഥതയോടെ കർത്താവിനെ വിളിക്കണം. അതുകൊണ്ട് ചിലപ്പോൾ ചില മനുഷ്യരെ ചോദിക്കുന്നുണ്ട്, കർത്താവ് ഞാൻ ഇത്രയൊക്കെ വിളിച്ചപേക്ഷിച്ചിട്ടും പക്ഷെ ഹൃദയ പരമാർത്ഥതയോടെ ആ വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്. രണ്ടാമത്, ദൈവ സമീപസ്ഥനാകുന്നതിന് സമയം ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നവർക്ക് ഹൃദയം നുറുങ്ങിയിട്ടുണ്ടോ കർത്താവ് സമീപസ്ഥനാണ്. നിങ്ങൾക്ക് വചനം അറിയാം, 34-ാമത്തെ സങ്കീർത്തനത്തിൽ 18-ാം തിരുവചനമാണ്. Psalms chapter 34 verse 18. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു പക്ഷേ ഈ വചനം കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ചിന്ത, ഹൃദയത്തിൽ ഒരുപാട് വിഷമോ സങ്കടമോ ഒക്കെ അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് അവർ ചങ്കുപൊട്ടി വിളിക്കുന്നൊരു ചിന്ത വരാം. ആദ്യത്തെ അഭിഷേകത്തിൽ എവിടെ ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് അങ്ങനെയല്ല. ഹൃദയം നുറുങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, മനമുരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമ്മുടെ ചങ്ക് പൊട്ടുന്ന വിഷമത്തിൽ ഒരു വേദനയിൽ ഒരു നുറുങ്ങലല്ല, മറിച്ച് നിന്റെ പാപത്തെ ഓർത്ത് നീ അനുതാപത്തോടെ ഹൃദയം നുറുങ്ങിയിട്ട് കർത്താവിനെ വിളിച്ചാൽ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പത്രോസ് പൗലോസ് സീഹന്മാരെ പ്രസംഗിക്കുന്ന സമയത്ത് അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോ സീഹന്മാരെ ചോദിക്കുക, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെ ഹൃദയം നുറുങ്ങി എന്ന് പറഞ്ഞാൽ അവരുടെ വേദന രോഗത്തെക്കുറിച്ചല്ല, അവരുടെ വേദന തടസ്സത്തെക്കുറിച്ചല്ല, അവരുടെ വേദന മറ്റു തരത്തിലുള്ള ഭൗതിക മേഖലകളെ കുറിച്ചല്ല, അവരുടെ വേദന തങ്ങളുടെ പാപത്തെക്കുറിച്ചാണ്. അങ്ങനെ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നിങ്ങൾ എന്ത് ചോദിക്കുക, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശിൽ കിടക്കുമ്പോൾ ആ ഒരു കള്ളൻ, നല്ല കള്ളല്ലേ, ആ കള്ളൻ ഹൃദയം നുറുങ്ങി കർത്താവെ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അതുപോലെ തന്നെ സമീപസ്ഥനായിരുന്നില്ലേ? പത്രോസിലെ ഹൃദയം നുറുങ്ങി കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ട് പരസ്യമായിട്ട് ഹൃദയം നുറുങ്ങി വിളിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് വീണ്ടും സമീപസ്ഥനായിരുന്നത് കൊണ്ടല്ലേ പത്രോസ് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് ഉയർത്തപ്പെട്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്, ദൈവ സമീപസ്ഥനാകുന്ന ഒരു സമയം
ദൈവത്തിന്റെ വചനം, വിശുദ്ധ ഗ്രന്ഥം നിന്നിലുണ്ടോ, നിന്റെ കൂടെയുണ്ടോ, നിന്റെ ഹൃദയത്തിലുണ്ടോ, കർത്താവ് സമീപസ്ഥനാവും. റോമാ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 8-ാം തിരുവചനം. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നിന്റെ ഉള്ളിലുണ്ട്, ദൈവം നിനക്ക് സമീപസ്ഥനാണ്. കാരണം എന്താ? വചനം ദൈവമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 104-ാമത്തെ ഖണ്ഡിക, വിശുദ്ധ ഗ്രന്ഥത്തിൽ സഭ നിരന്തരം തൻ്റെ പോഷണവും ശക്തിയും കണ്ടെത്തുന്നു. കാരണം വിശുദ്ധ ഗ്രന്ഥത്തെ വെറും മാനുഷിക വചനമായിട്ടല്ല സഭ സ്വീകരിക്കുന്നത്. പ്രത്യേകത അത് യഥാർത്ഥത്തിൽ ആയിരിക്കുന്നത് പോലെ ദൈവവചനമായിട്ടാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ സന്ദർശിക്കാനും അവരോട് സംസാരിക്കാനും വരുന്നു. അപ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയമെന്ന് പറയുന്നത് ദൈവ പിതാവ് നമ്മളെ സന്ദർശിക്കാൻ വരുന്ന സമയമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പോൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ദൈവം നമ്മുടെ ഏറ്റവും അടുത്താണ്. പിതാവ് ദൈവത്തിന് വിസിറ്റിംഗ് ടൈം അല്ലേ? ദൈവം നമ്മളെ സന്ദർശിക്കുന്ന സമയം, ദൈവത്തോട് സംസാരിക്കാൻ പറ്റിയ സമയം. അതുകൊണ്ടാണ് ബെന്റ് മാർബാബ പറഞ്ഞ ഒരു കോട്ട് ഞാൻ ഓർക്കാണ്, വചനവായന പ്രാർത്ഥനയാണ്, അത് പ്രാർത്ഥനയിൽ നിന്ന് പ്രാർത്ഥനയിലേക്ക് വരണം. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുന്നത് പോലും ഒരു പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥനയിലേക്ക് ഉയരണം. എന്നാൽ ദൈവവചനത്തെ എത്രമാത്രം മാറ്റി നിർത്തുന്നോ അത്രയും ദൈവം നിനക്ക് ദൂരെ ആയിരിക്കും. അതാണ് 119-ാമത്തെ സങ്കീർത്തനത്തെ 150-ാം തിരുവചനം. ക്രൂരമർദ്ദകർ എന്നെ സമീപിക്കുന്നു, അവർ അങ്ങയുടെ നിയമത്തിൽ നിന്ന് വളരെ അകലെയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പൊ നോക്കി എൻ്റെ സഹോദരങ്ങളെ, വചനം ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നവര്, വചനം വായിക്കാത്തവര്, അവര് ദൈവത്തിന്റെ നിയമത്തിൽ വചനത്തിൽ ദൈവത്തിന് ഒരുപാട് അകലെയാണ്. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഹൃദയ പരമാർത്ഥത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ സെക്കൻഡിലും, ഓരോ കുഞ്ഞു പാപത്തെക്കുറിച്ച് മനസ്സുകൊണ്ട് അനുദപിച്ച് കർത്താവിന് സന്നിധിയിൽ തിരിച്ചു വരുന്ന വിളിക്കുന്ന ആ ഓരോ സമയത്തും ദൈവത്തിൻ്റെ വചനം നീ എത്രമാത്രം ആഴത്തിൽ പ്രാർത്ഥിക്കാൻ, ധ്യാനിക്കാൻ, വായിക്കാൻ സമയത്തെല്ലാം ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. അതാണ് ദൈവം ചോദിക്കുന്നത്. ദൈവം ഇത്ര സമീപസ്ഥന വേറെ ഏത് ജനതയാണുള്ളത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനത്തിൽ 55-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനം, അവിടുന്ന് അരുകയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചന പ്രകാരം കർത്താവ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള സമയത്ത് കർത്താവിനെ വിളിക്കുകയാണ്. കർത്താവിൻ്റെ സ്വരം ഉയർത്തി അതിനെ തുറന്ന് വിളിക്കുകയാണ്. കരങ്ങൾ ഉയരട്ടെ, ഹൃദയം തുറക്കട്ടെ, ഓരോരുത്തരും ഇപ്പോൾ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല, ഹല, ഹല. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ. യേശുവേ, ഞാനിതാ വിളിക്കുന്നു, യേശുവേ വരേണമേ. ഞാനിതാ വിളിക്കുന്നു, യേശുവേ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വിടുതൽ നൽകുന്ന കർത്താവിനെ വിളിക്കുന്ന, പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വിടുതലും സൗഖ്യവും നൽകണമേ. കൈകൾ ഉയർത്തി യേശുവേ, ഞാനിതാ വിളിക്കുന്നു, യേശുവേ വരേണമേ. ഞാനിതാ വിളിക്കുന്നു, യേശുവേ വരേണമേ. യേശുവേ വരേണമേ.